പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ കർത്താവ് അരുൾ ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്നും ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതയിൽ നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തും. ഇടയനായി അവിടുന്ന് നമ്മെ നേരായ മാർഗത്തിൽ നയിക്കും. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളായി തീരുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാം. സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നമുക്ക് നയിക്കാൻ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അയക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്, അക്കാലത്ത് പ്രതീക്ഷയോടെയിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തുവെന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു സ്നാപകയോഹന്നാനിലൂടെ സ്നാനം സ്വീകരിച്ചു. യേശു നമുക്ക് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും. അഗ്നിയാകുന്ന ദൈവസ്നേഹം കൊണ്ട് നമ്മെ
വിശദീകരിക്കും. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പിതാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ അയച്ചു അരുൾ ചെയ്തു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം വഴി ദൈവത്തെ പ്രീതിപ്പെടുത്താം. അപ്പോൾ പിതാവ് നമ്മയും തൻ്റെ പ്രിയപുത്രി എന്ന് വിളിക്കും. നീ എൻ്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മൾക്കും കേൾക്കുവാനായിട്ട് സാധിക്കും. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ മാതൃകാ ജീവിതം വഴി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം. അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി നേടാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.